അപ്പൊ ഈ കോമരം തുള്ളുന്നതിന് ഒരു ശാസ്ത്രമുണ്ട്. കോമരം അല്ല, ശാസ്ത്രം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ കോമരം തുള്ളുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിലാണ് കോമരം തുള്ളുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു കോമരമായിട്ട് സ്വയം മാറുന്നു. ഉം. രണ്ടാമത്, നമ്മൾ ചില സമയത്ത് ഒരു ട്രാൻസിലേക്ക് എത്തുന്നു. ഉം. നിങ്ങളൊരു കണ്ടിന്യൂ ആയിട്ട് കുറേ ബ്രീത്ത് എടുത്താലും ട്രാൻസിൽ വരും. നിങ്ങൾ നല്ലൊരു പ്രസംഗം കേട്ടിരുന്നാലും ട്രാൻസിൽ വരും. നിങ്ങൾ ചില സമയത്ത് ഒരു കടയിൽ പോയിട്ട് മേടിക്കാൻ ഉദ്ദേശിച്ച സാധനമല്ല മേടിച്ചിട്ട് വരണം. ദാറ്റ് മീൻസ് യു ആർ ഇൻ ട്രാൻസ്. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് ഡ്രൈവ് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ ആ സ്ഥലങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുന്നു, ട്രാൻസ്. ഇഫ് യു ആർ ലിസണിങ് എ മ്യൂസിക് ദാറ്റ് യു ആർ ബിൻ ട്രാൻസ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ എതിർക്കാതെ, ചിന്തകളൊന്നും ഇല്ലാതെ ഒരേ പാറ്റേണിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങളൊരു ആൽഫ ബ്രെയിനിലേക്ക് എത്തുന്നു. അത് കുറച്ചുകൂടി ഡീപ്പായി കഴിഞ്ഞാൽ തീറ്റ ബ്രെയിനിലേക്ക് എത്തുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടൊരു ക്യാരക്ടറുണ്ട്. നിങ്ങൾ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അതുപോലെ നിങ്ങളായി തീരുന്നു ടെമ്പററി. അപ്പോൾ എല്ലാവരും ആവില്ല. അപ്പോൾ ആ വ്യക്തിക്ക് അതിൽ എത്രമാത്രം അയാൾ വിശ്വസിച്ചിട്ടുണ്ടോ, എത്ര ഡീപ്പാണ് അയാളുടെ ഉള്ളിൽ, അയാൾ ട്രാൻസിലേക്ക് ആയി പോകുന്ന സമയത്ത് ടെമ്പററി അയാൾ ആ ട്രാൻസ് ബിഹേവിയർ ആയിട്ട് മാറും. അപ്പൊ ഈ ആബ്സെന്റ് മൈൻഡഡ് ആവുന്നതും ട്രാൻസ് അവസ്ഥയാവുന്നതും ഒന്ന് തന്നെയാണ്. അല്ല, ആബ്സെന്റ് മൈൻഡഡ് ആവുന്നത് ഡിസ്ട്രാക്ഷനാണ്. ഇത് നമ്മൾ അതിലേക്ക് ലയിച്ച് ചേരാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു വളവ് എന്തോ ആലോചിച്ചപ്പോൾ ഞാൻ വിട്ടുപോയി. അതിന് നമുക്ക് ട്രാൻസ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, അത് നിങ്ങൾ പല സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നതാണ്. പക്ഷേ ട്രാൻസിലാവുന്ന ചിലരും ഉണ്ട്. എങ്ങനെയാ എത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ അവിടേക്ക് എത്തിക്കും. നിങ്ങൾ ആ ഒരു റിലാക്സ്ഡ് മൈൻഡിലാണെങ്കിൽ നിങ്ങളറിയാം, നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്നതന്നെ നിങ്ങൾ കോൺഷ്യസ്ലി അല്ല. നിങ്ങൾ കുറേ കഴിഞ്ഞ സമയത്ത് അതൊരു പ്രോഗ്രാംഡായി മാറി, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൈകൾ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളെ അവിടെ എത്തിക്കും. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, ഞാൻ എത്ര കള്ള് കുടിച്ചാൽ പോലും കറക്റ്റായിട്ട് വീട്ടിൽ വന്ന് പാർക്ക് ചെയ്യും, വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത്.